കറുപ്പിനോട് എന്താണിത്ര വിരോധം? കറുപ്പിന് സൗന്ദര്യമില്ലെന്ന, കറുത്തവൻ കലാകാരനായാൽ അംഗീകരിക്കാനാവില്ലെന്ന ഒരു അധിക്ഷേപ പരാമർശത്തിലേക്കാണ് കേരളം ഇന്നുണർന്നത്. നൃത്തം സൗന്ദര്യമുള്ളവന്റെ കലയാണെന്ന് ആവർത്തിച്ചു പറഞ്ഞ് കറുത്തവനെ അധിക്ഷേപിച്ചത് കലാമണ്ഡലം സത്യഭാമ എന്ന നർത്തകിയാണ്. തെറ്റിദ്ധരിക്കരുത്, നൃത്തരംഗത്ത് മഹത്തായ സംഭാവനകൾ നൽകുകയും രാജ്യം പത്മശ്രീ നൽകി ആദരിക്കുകയും ചെയ്ത ആ സത്യഭാമ അല്ല ഇത്. കലാമണ്ഡലം എന്നത് പേരിനൊപ്പം അലങ്കാരമായി കൊണ്ടു നടക്കുന്ന, എന്നാൽ കലയുടെ സാമൂഹിക മൂല്യബോധം ഒരു തരി പോലും സ്പർശിച്ചിട്ടില്ലാത്ത മറ്റൊരു സത്യഭാമ. പേരെടുത്തു പറയാതെ അവർ പരസ്യമായി അധിക്ഷേപിച്ചത് അതുല്യനായ ഒരു കലാകാരനെയാണ്. പേര് RLV രാമകൃഷ്ണൻ. ഒരു പുരുഷൻ താലിയും കവിച്ചു വെച്ചിട്ട് മോഹിനിയാട്ടം കളിക്കാന്ന് പറഞ്ഞാൽ ഇതുപോലൊരു അരോചകമില്ല. എന്റെ അഭിപ്രായത്തില് മോഹിനിയാട്ടം ഒന്നും ആമ്പിള്ളേർക്ക് പറ്റണമെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാവണം. ആമ്പിള്ളേരിൽ നല്ല സൗന്ദര്യമുള്ളവരുണ്ട്, അവരായിരിക്കണം. ഇവനെ കണ്ടു കഴിഞ്ഞാണ്ടല്ല ദൈവം പോൽ പെറ്റ തള്ള സഹിക്കില്ല. മലയാളിക്ക് രാമകൃഷ്ണൻ പരിചിതനാണ്. സത്യഭാമയെക്കാളുമേറെ മലയാളികൾ രാമകൃഷ്ണനെ അറിയും. കലാഭവൻ മണിയുടെ സഹോദരൻ എന്നതിനപ്പുറം സ്വപ്രയത്നത്തിലൂടെ, പ്രതിഭയിലൂടെ കലാരംഗത്ത് തന്റേതായ ഇടം കണ്ടെത്തിയ വ്യക്തിയാണ് രാമകൃഷ്ണൻ. തൃപ്പൂണിത്തുറ RLV കോളേജിൽ നിന്ന് മോഹിനിയാട്ടം പഠിച്ചു. MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MA മോഹിനിയാട്ടം 1ാം റാങ്കോടെ പാസ്സായി. കേരള കലാമണ്ഡലത്തിൽ നിന്ന് പെർഫോമിംഗ് ആർട്സിൽ MPhil നേടി, അതും ഏറ്റവും ഉയർന്ന മാർക്കോടെ. മോഹിനിയാട്ടത്തിൽ PhDയും നേടിയിട്ടുണ്ട്. ദൂരദർശന്റെ A ഗ്രേഡ് ആർട്ടിസ്റ്റാണ്. 15 വർഷമായി എത്രയോ കുട്ടികൾക്ക് അധ്യാപകനുമാണ്. ഇങ്ങനെ ഒരു വ്യക്തിയെ സത്യഭാമ അധിക്ഷേപിക്കുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? എന്തായാലും അക്കാദമിക് യോഗ്യതയില്ലായ്മയല്ല ഇവിടുത്തെ പ്രശ്നം. അത് ജാതി വെറിയുടേതാണ്, സവർണതയിലൂന്നിയ അഹംഭാവത്തിൻ്റെതാണ്. നിറമില്ലാത്ത, സൗന്ദര്യമില്ലാത്ത പുരുഷനെ വേദിയിൽ കണ്ടാൽ അവർക്ക് തോന്നുന്ന അറപ്പും വെറുപ്പും വർണ്ണവെറിയുടെയും വംശീയ വേർതിരിവിന്റെയും വെളിപ്പെടലാണ്. ക്ലാസിക് കലകൾ എന്ന വിഭാഗത്തിലുള്ളതൊക്കെ സവർണന് മാത്രമേയാകാവൂ എന്ന കാഴ്ചപ്പാടിന്റെ വക്താവാണ് ഈ പറയുന്ന സത്യഭാമ. അവരുടെ കണ്ണിൽ കറുപ്പ് വെറുക്കപ്പെടേണ്ട നിറമാണ്. കറുത്തവർ നൃത്തവേദിക്ക് പുറത്തു നിൽക്കേണ്ടവരാണ്. പണ്ട് ഡോക്ടർ പൽപ്പുവിനോട് ചെത്താൻ പോയാൽ പോരെയെന്ന് രാജാവ് ചോദിച്ചതായി ഒരു കഥയുണ്ട്. ഒരു നല്ല ചെത്തുകാരനെ നഷ്ടമായല്ലോ എന്ന ചിന്തയായിരുന്നത്രേ ആ ചോദ്യത്തിന് പിന്നിൽ. ഇതിന്റെ വർത്തമാനകാല വേർഷനായി സത്യഭാമയുടെ ജൽപ്പനങ്ങളെ വിലയിരുത്താം. കല കറുത്തവനുള്ളതല്ല, അതൊക്കെ സവർണർക്ക് മാത്രമുള്ളതാണ് എന്ന മിഥ്യാബോധത്തിലാണ് ആ സ്ത്രീ ഇപ്പോഴും ജീവിക്കുന്നത്. കല മനുഷ്യനെ സാംസ്കാരികമായി ഔന്നത്യത്തിലെത്തിക്കും എന്നാണ് സിദ്ധാന്തം. കലാകാരൻ ചുറ്റുമുള്ളതിനോടൊക്കെ സ്നേഹവും സഹാനുഭൂതിയും ഉള്ളവനാണ്. കലയ്ക്കും മനുഷ്യത്വത്തിനുമപ്പുറം മറ്റൊന്നും അവിടെ ഉണ്ടാവില്ല. പക്ഷേ വാക്കുകളിലൂടെ കേട്ടാൽ അറയ്ക്കുന്ന വിഷം തുപ്പുന്ന ഒരു സ്ത്രീ സ്വയം അഭിമാനിക്കുന്നു താൻ ഒരു വലിയ കലാകാരിയാണെന്ന്. മറ്റുള്ളവരെ വിധിക്കാനുള്ള അർഹതയും അവകാശവും തനിക്കുണ്ടെന്ന്. കാരണം താൻ സൗന്ദര്യം ആവോളമുള്ള നർത്തകിയാണല്ലോ എന്നാണ് ഭാവം. പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുമ്പോഴും അവരുടെ ശരീരഭാഷ വെറുപ്പും ജാതീയ മേൽക്കോയ്മയും നിറഞ്ഞതായിരുന്നു. കറുപ്പിനെ വീണ്ടും വീണ്ടും അധിക്ഷേപിക്കുമ്പോൾ അവരനുഭവിക്കുന്ന ആത്മനിർവൃതി ആ ഭാവങ്ങളിൽ പ്രകടമായിരുന്നു. കറുത്തവർ നൃത്തം പഠിച്ചാൽ വല്ല ഉത്സവപ്പറമ്പിലെ വേദികളിലും അത് അവതരിപ്പിച്ച് സംതൃപ്തി അടഞ്ഞോണം. മത്സരവേദികൾ വെളുത്തവർക്കുള്ളതാണ്. അവരുറക്കെ പ്രഖ്യാപിക്കുമ്പോൾ കേരളം അമ്പരപ്പോടെ കേൾക്കുകയായിരുന്നു. കലാരംഗത്തെ പുഴുക്കുത്തുകൾ ഇത്രയധികം ഇന്നും നിലനിൽക്കുന്നോ എന്ന്. പലയിടങ്ങളിലും വിധികർത്താവായി പോയ കഥയൊക്കെ അവർ ധീരഘോരം പറയുന്നുണ്ട്. അവിടെയൊക്കെ മാർക്ക് ഷീറ്റിൽ ആദ്യത്തെ കോളം മത്സരാർത്ഥിയുടെ സൗന്ദര്യത്തിന് മാർക്കിടാനുള്ളതായിരുന്നത്രേ. യുവജനോത്സവത്തിന് ഞാൻ ചെല്ലുമ്പോൾ പല യൂണിവേഴ്സിറ്റി തലങ്ങളിലും, അല്ലെങ്കിൽ ഗാന്ധിജി, കാലിക്കറ്റ്, നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിക്ക് അല്ലെങ്കിൽ സ്കൂൾ യുവജനോത്സവത്തിനൊക്കെ ഇരുന്നിട്ടുണ്ട്. ഇപ്പോഴും ഇരുന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ചെല്ലുമ്പോൾ ഇവർ നമുക്കൊരു പേപ്പർ തരുന്നു മാർക്കിടാൻ. ഈ മാർക്ക് അതിനകത്ത് ഫസ്റ്റ് കോളം കുട്ടിയുടെ സൗന്ദര്യം, അടുത്ത കോളം കുട്ടിയുടെ സ്റ്റെപ്സുകൾ, അടവുകളുടെ ശുദ്ധത, അടുത്ത കോളം കുട്ടിയുടെ അഭിനയം. അപ്പൊ ഈ സൗന്ദര്യം എന്തിനാ വെച്ചേക്കണം? സത്യഭാമയുടെ സൗന്ദര്യ മാനദണ്ഡത്തിനകത്തു നിൽക്കാതെ പുറത്താക്കപ്പെട്ട കുട്ടികൾ ആരൊക്കെയായിരിക്കുമെന്ന് ഊഹിക്കാമല്ലോ. മേക്കപ്പ് ഉള്ളതുകൊണ്ട് മാത്രം രക്ഷപ്പെടുന്നു എന്ന് പറഞ്ഞ് അവർ അധിക്ഷേപിക്കുന്നത് എത്രയെത്ര കലാകാരന്മാരെയും കലാകാരികളെയുമാണ്. ശാസ്ത്രീയ നൃത്തം മുമ്പെങ്ങുമില്ലാത്ത വിധം ജനകീയമായിക്കൊണ്ടിരിക്കുന്ന കാലമാണിത്. അതുതന്നെയാണ് അവരെ പ്രകോപിപ്പിക്കുന്നതും. ഏത് പട്ടിയുടെ വാലിലും ഭരതനാട്യമാണെന്ന് പുച്ഛിക്കാൻ സത്യഭാമയെ പ്രേരിപ്പിക്കുന്നത്
ഇതൊക്കെ എലൈറ്റ് ക്ലാസ്സിന് മാത്രമുള്ളതാണെന്ന ചിന്തയാണ്. സൗന്ദര്യത്തിന്റെ, കലയുടെ നിർവചനം എന്താണെന്ന് കലാമണ്ഡലം സത്യഭാമ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അവരെ ബാധിച്ചിരിക്കുന്നത് ജാതി വർണ്ണ വെറി സിൻഡ്രം ആണ്. അത് ആഴത്തിൽ വേരൂന്നിയതാണ്. പറിച്ചറിയുക എളുപ്പമല്ല. പൊതുസമൂഹം മാത്രമല്ല, കലാലോകവും അവരെ എതിർക്കുകയാണെന്ന് മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുമ്പോൾ തനിക്ക് ആരുടെയും സർട്ടിഫിക്കറ്റ് വേണ്ടെന്ന് ഉറപ്പിച്ചു പറയുന്ന സത്യഭാമ മേതിൽ ദേവികയെയും നീന പ്രസാദിനെയും അവഹേളിക്കുന്നുണ്ട്. നീന പ്രസാദിന് മോഹിനിയാട്ടത്തിൽ ഡിപ്ലോമയുണ്ടോ എന്നാണ് അവരുടെ മറുചോദ്യം. ലോകം ആദരിക്കുന്ന ഒരു കലാകാരിയെ പോലും തന്നോളം വലുതല്ല അവർ എന്ന് സ്ഥാപിക്കാൻ സത്യഭാമ കിണഞ്ഞു പരിശ്രമിക്കുമ്പോൾ അവരുടെ അല്പത്തരമാണ് മറനീക്കി പുറത്തുവരുന്നത്. തന്റെ അധ്യാപികയും അതുല്യ കലാകാരിയുമായിരുന്ന സാക്ഷാൽ കലാമണ്ഡലം സത്യഭാമയെ പോലും തള്ളി പറഞ്ഞിട്ടുണ്ട് ഈ ജൂനിയർ സത്യഭാമയെന്ന് മറന്നുകൂടാ. അവർക്ക് ഒന്നും അറിഞ്ഞുകൂടാ, മുഖത്തൊരു ഭാവവും വരില്ലായിരുന്നു എന്നാണ് അധ്യാപികയെക്കുറിച്ചുള്ള വിവാദ പരാമർശം. ഇത് സംബന്ധിച്ച ഒരു ഫോൺ സംഭാഷണം പുറത്തു വന്നതാണ് ഈ സത്യഭാമയും RV രാമകൃഷ്ണനും തമ്മിലുള്ള പ്രശ്നങ്ങളുടെ തുടക്കം. വർണ്ണവെറി, ജാതീയത, ഞാനെന്ന ഭാവം തുടങ്ങി ഒരു കലാകാരിക്ക് പാടില്ലാത്തതിന്റെയൊക്കെ ആകത്തുകയാണ് ഇന്ന് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ സത്യഭാമ. മോഹിനിമാർക്ക് ആടാനുള്ളതാണ് മോഹിനിയാട്ടം. മോഹനൻ മോഹിനിയാവില്ല. പുരുഷൻ സുന്ദരനാണെങ്കിൽ മാത്രമേ മോഹിനിയാട്ടം കളിക്കാൻ പാടുള്ളൂ. കലാമണ്ഡലം സത്യഭാമ ഈ പറയുന്നതൊക്കെ തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന ഒരു വിഭാഗം ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട്. എത്രയോ സമര പോരാട്ടങ്ങളിലൂടെ, നവോത്ഥാനങ്ങളിലൂടെ നാം തുടച്ചു നീക്കി എന്ന് അവകാശപ്പെടുന്ന ജാതി വർഗ വർണ്ണ വിവേചനം സമൂഹത്തിന്റെ ഒരരികിലൂടെ ശക്തമായി തിരിച്ചു വരുന്നുണ്ട്. കലാരംഗത്ത് നാം കാണുന്നത് അതിന്റെ ചെറിയൊരറ്റം മാത്രമാണ്. കലാഭവൻ മണി, വിനായകൻ തുടങ്ങി ഏറ്റവും ഒടുവിൽ ജാസി ഗിഫ്റ്റ് വരെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ അധിക്ഷേപം നേരിട്ടവരാണ്. കലാരംഗത്തെ ഈ വംശീയതയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് RLV രാമകൃഷ്ണൻ നേരിട്ട വിവേചനത്തിലൂടെ നാം ഇന്ന് കണ്ടത്. സത്യഭാമ ഒരു വ്യക്തിയല്ല, അതേ ചിന്താഗതി പുലർത്തുന്ന എത്രയോ സത്യഭാമമാരുടെ പ്രതിനിധി മാത്രമാണ്. വേദികളിൽ നിന്ന് അവർണ്ണനെ പുറത്താക്കാൻ കോപ്പുകൂട്ടുന്ന ജാതീയ വെറിയുടെ ആ തിരിച്ചുവരവ് കാണാതെ പോകരുത്.